തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇടതുമുന്നണി സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടക്കവും ഭരണത്തിലെ പാളിച്ചകളും ജനദ്രോഹ നയങ്ങളും വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുമ്പോഴാണ് സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് തടിയൂരാൻ ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനമാണ് ഇന്ന്. ഇടത് സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചുവെന്നതുമടക്കം കൃത്യമായ വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. അതേസമയം ക്ഷേമ പെൻഷൻ മുടങ്ങിയതും പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങിയതടക്കം സർക്കാരിന് മുൻപിൽ വിമർശനങ്ങൾ ഏറെയാണ്. LDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 900 പദ്ധതിയുടെ പുരോഗതി വിശദമാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിന് മുന്നിലുണ്ട്. സിൽവർ ലൈൻ പദ്ധതി, സംരംഭക വർഷം, കെ ഫോണിന്റെ പുരോഗതിയും തുടങ്ങി രണ്ടാം LDF സർക്കാരിനെ വിവാദത്തിലാക്കിയ പദ്ധതികൾ ഉൾപ്പെടെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ഭാഗമാകുമോ എന്നതാണ് അറിയേണ്ടത്. KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഉറപ്പുവരുത്തുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടു പോയ ഇടത് സർക്കാർ ഇതടക്കം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമോ എന്നത് ചോദ്യമായി നിൽക്കുകയാണ്. ജനം, തിരുവനന്തപുരം.